രാമ 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 ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന രാമായണ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. അധ്യാത്മ രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ ഭരത രാഘവ സംവാദം വരികൾ സഹിതം തുടരുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനായിട്ടുള്ള ഏറ്റവും അഭിവാജ്യമായ ഒരു ഭാഗമാണ് പുരാണ പാരായണം. അക്ഷരശുദ്ധി കൊണ്ടാണ് നമ്മുടെ ആത്മാവ് ശുദ്ധമാകുന്നത്. എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം ശ്രീമദ് ഭാഗവതവും അധ്യാത്മ രാമായണവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. ശ്രീരാഘവ ആത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതദാനം വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു രാമ മഹാഭാഗ. മാമകവാക്യം ജപിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ. കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ. ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയം ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലം തന്തവീ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം. നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രീ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദമേ. മാതാവു തന്നോട് ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധി.
പ്രാതാപു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്ഥാപ്യ രഘുവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്തയുക്തം മയാ തത്തദൈവശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരുന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഈ താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലി. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചെന്ന വാക്യം ഗ്രാഹ്യമല്ല മകാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിത നാരേജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല. കേൾ താതന സദ്യ ഭയം കൊണ്ടു ചെയ്തതിന്നേതുമീ ദോഷം പറയരുതോർക്കെ നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസീ. എങ്കിൽ ഞാൻ വാഴവൻ വനെ നിന്തിരുപടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജനാം താതൻ വിധിച്ചത് മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജയാച്ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈകേയി സുതനോടു ചൊല്ലിനാൻ. മൂഢനായിടുല കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ വരൻ താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി. ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. രാവണനെ കൊല്ലുവതിന് വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ.
മന്ദരവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണ പുരുഷനാജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകമടിയാതി. മന്ത്രികളോടും ജനനി ജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരിവെക്കു വസിക്ക നീ. വന്നേടും അഗ്രജന്താനും അനുജനും ദേവിയും ഈ 7 സംവത്സരാവധു രാവണൻ തന്നെ വധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നോരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർ നമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പോൾ താരടികൾ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്തമാംഗേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സകൽഗതം. മന്നബ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസമുഷസി ജ്വലിപ്പിച്ച അഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരു ചെയ്തു. വിടയും കൊടുത്തതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്ത് വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസീ ചേർത്തുകൊണ്ടാരൂഢമോദീനെ കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഗനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുൻപിൽ നടന്നു ഗുഗൻ വഴി കാട്ടുവാൻ പിൻപേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേയിദാനം സൂതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഗാനുവാദേന 4 അംഗപ്പടയോടും കൂടി കുമാരന്മാർ ചെന്ന അയോധ്യാപുരിവെക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചതെല്ലാവരും. താപസവേഷം ധരിച്ച് ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടും ചെന്ന് നന്ദിഗ്രാമം അൻപോട് പൊക്കിതു. വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വച്ചു സിംഹാസനി രാഘവ പാദങ്ങളെന്ന് സങ്കൽപ്പിച്ചു സാദരം ഗന്ധ പുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജനസേവിതനായ ഒരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാജലീവാണോരനന്തരം. ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും. ഇവിടെ ഇരുന്നാൽ ഇനിയുടൻ സത്വരം ദണ്ഡ കാരുണ്യത്തിനായി കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര ധരിത്രി സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ
തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരീ. നമസ്തേ. അടുത്ത ഭാഗം അത്യാശ്രമ പ്രവേശം. അത്രിതന്നാശ്രമം പൂക്കു മുനീന്ദ്രനെ പറ്റ നമസ്കരിച്ചു രഘുനാഥനം. രാമോ അകമധ്യ ധന്യോസ്മി മഹാമുനെ. ശ്രീമത്പദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ. മോക്ഷധനെന്നറിഞ്ഞു മുനീന്ദ്രനം പൂജിച്ച് ദർഘ്യപാദാദികൾ കൊണ്ടു താം രാജീവലോചനം ഭ്രാതൃഭാര്യാന്യതം ചൊല്ലിനാൻ ഭൂപാല നന്ദനന്മാരോട് ചൊല്ലുമെന്നുടെ പത്നിയുണ്ടത്രകിൽ. എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധനാം പർണശാലാന്തർഗൃഹീ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജി എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായോരു വിശ്വവിമോഹനമായ ദുകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ. വിശ്വകർമാവിനാൽ നിർമ്മിതമായോരു വിശ്വവിമോഹനമായ ദുകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ. നന്നോ പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും. ശാന്തനാകും തവ വല്ലവൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം ബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്താമനുഗ്രഹവും കൊടുത്താതരാൾ ഭർത്തുരഗ്രീഗമിക്കുന്ന യച്ചീടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും. ശ്രീരാമനോടരു ചെയ്തു ഭവാനകോ നാരായണനായതെന്നറിഞ്ഞീനകം. നിന്മകാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രിമുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്ര ഉപസിച്ചു രഘുനാഥനും. ദേവനുമാ ദേവിയോടരുളിച്ചിരി ദേവമെന്നാൽ കിളിപ്പൈതലക്കാലമേ. ഇത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. അധ്യാത്മരാമായണത്തിൽ അടുത്ത ഭാഗം ആരണ്യകാന്ഡം തുടരും. വരികൾ സഹിതം നാളെ. പൂർവം രാമതപോവനാദിഗമനം ഗത്വാ മൃഗം കാഞ്ചനം വൈദേഹികരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹരണം സമുദ്രതരണം ലങ്കാപുരീം ദാഗനം പച്ചാരാവണവും പകർണഗനനം ഏതത്തി രാമായണം. ആദിത്യ ഹൃദയമന്ത്രം. ഓം സന്താപനാശകരായ നമോ നമ. അന്ധകാരാന്തകാരായ നമോ നമ. ചിന്താമണേ ചിദാനന്ദായ തേ നമ. നീകാരനാശകായ നമോ നമ. മോഹവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ. സ്ഥാവര ജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈക സാക്ഷിണി തേ നമ. സത്വപ്രധാനായ തത്വായ തേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. മംഗളാരതി.
രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം. ചാരുകുങ്കുമോപേതചന്ദനാനുചർച്ചിതായ ഹാരകടകശോഭിതായ ഭാനുമംഗളം. വിമലരൂപായ വിവിധവേദാന്തവേദ്യായ സുജനചിത്തകാമിതായ ശുഭദമംഗളം. രാമഗാഥ മൃദുലഹൃദയ സാമരസനിവാസായ സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം. രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം. മഹിതമംഗളം മഹിതമംഗളം. സമർപ്പണ മന്ത്രം. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യജ്ഞൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. അധ്യാത്മരാമായണത്തിൽ അടുത്ത ഭാഗം ആരണ്യകാന്ഡം തുടരും നാളെ. നമസ്തേ.